ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സന്ധിക്ക് നന്ദിയുടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സന്ധിയിലായിരിക്കുന്ന വലിയ സാവകാശനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ എല്ലാ വഴികൾക്കായിട്ടും എല്ലാ വിധങ്ങൾക്കായിട്ടും നന്ദിയുടെ സ്തോത്രം. കർത്താവെ, നല്ല ജീവനുള്ള ദേശത്ത് കർത്താവെ അങ്ങ് ഞങ്ങളെ നിലനിർത്തി അതിൽ അങ്ങക്ക് വേണ്ടി ഒരു വെളിച്ചമാക്കി കർത്താവെ ഞങ്ങളെല്ലാവരെയും ആക്കി തീർക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അങ്ങയെക്കുറിച്ച് സംസാരിപ്പാൻ, അങ്ങയെക്കുറിച്ച് കർത്താവെ പറയുവാൻ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വരുത്തുന്ന വ്യത്യാസം മറ്റവരോട് കാണിച്ചു കൊടുക്കുവാൻ ഒക്കെ അങ്ങ് ഞങ്ങളെയൊക്കെ സഹായിക്കുന്നതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കർത്താവ് വചനം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഹല്ലേലൂയ അങ്ങ് ഞങ്ങളെ നടത്തുന്ന എല്ലാ നിങ്ങളുടെ കൃപയ്ക്കായിട്ട് നന്ദിയുടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കർത്താവെ വചനം കർത്താവെ ഞങ്ങൾ കേൾക്കുമ്പം ഞങ്ങൾ അത് ഗ്രഹിച്ച് ഞങ്ങളുടെ ആത്മാവിൽ കർത്താവ് ഞങ്ങളുടെ സ്പിരിറ്റിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ അങ്ങ് സഹായിക്കാനായിട്ട് സ്തോത്രം. ഈ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. കടന്നു വരുന്ന എല്ലാവർക്കുമായിട്ട് നന്ദിയുടെ സ്തോത്രം. കർത്താവ് വരാൻ പറ്റാതെ പല പല വിഷയങ്ങളിൽ ആയിരിക്കുന്നവരെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് താഴ്ചപ്പിക്കുന്നു. എല്ലാവരും ഞങ്ങൾ നടത്തുന്ന എല്ലാ കൃപയ്ക്കായിട്ടും സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനാണ് സ്തോത്രം. എല്ലാ ഫൈനാൻഷ്യൽ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനാണ് സ്തോത്രം. അതിൽ കർത്താവ് ഞങ്ങളുടെ അവകാശമായിരിക്കും അത് സ്തുതിക്കുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. നമ്മള് തെറ്റായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് ശരിയായിട്ടുള്ള വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണം നമ്മൾ നോക്കുമായിരുന്നല്ലോ. അപ്പം അതിന്റെ നമ്മള് പാർട്ട് 3 ഞാൻ ആക്ച്വലി പാർട്ട് ഒരു ദിവസം കൊണ്ട് നിൽക്കുമെന്ന് ഓർത്തു, പക്ഷെ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ നമ്മള് എന്താ ഇതുവരെ നോക്കി ഒരു കീ തോട്ട് ഇതായിരുന്നു. നമ്മള് ദൈവത്തിനെ സ്നേഹിക്കുക, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, നമ്മള് ദൈവത്തിനെ ബഹുമാനിക്കുക, നമ്മൾ ദൈവത്തിന് ഫസ്റ്റ് പ്ലേസ് ഇൻ അവർ ലൈഫ് ആദ്യ സ്ഥാനം കൊടുക്കുവാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെവിടെ ഏറ്റവും ആദ്യം കാണുന്നു? നമ്മുടെ പറച്ചിലിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് നമ്മുടെ ദൈവവചനത്തിനോടുള്ള ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും ദൈവവചനത്തിന് നമ്മൾ എന്ത് സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നോ, അതായത് ബൈബിളിന് നമ്മൾ എന്ത് സ്ഥാനം കൊടുക്കുന്നോ അതാണ് റിയൽ സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. നമ്മള് നമ്മുടെ ബൈബിൾ പൊടി പിടിച്ച് ഞാൻ നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ കാര്യമല്ല പറഞ്ഞത്. നമ്മളാരും അങ്ങനെ പൊടി പിടിപ്പിച്ച ബൈബിൾ നമുക്ക് ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മറ്റവരോട് സംസാരിക്കുമ്പോൾ ചിലർ പറയും ഞാൻ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നു പറയുമ്പോൾ അവിടുത്തെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ കുറ്റപ്പെടുത്താനല്ല, കർത്താവ് നമുക്ക് കൃപ തരും. നമ്മൾ ആ രീതിയിൽ സംസാരിക്കണം. ആ രീതിയിൽ നമുക്ക് ഏറ്റവും എളുപ്പം ആ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നത് ദൈവത്തിന് എത്രയും സ്ഥാനം കൊടുക്കുന്നു അത് ബൈബിളിന് കൊടുക്കുന്ന സ്ഥാനം ആണെന്നല്ലോ നമ്മൾ കാണാറുള്ളത്. അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വചനം വായിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവവചനം എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് മറ്റേ ക്രൂസ് ഷിപ്പിന്റെ കാര്യം പറയാമല്ലോ ഇല്ലേ? ക്രൂസ് ഷിപ്പില് എല്ലാം ഫുള്ളി പെയ്ഡാ. നമ്മൾ ക്രൂസ് ഷിപ്പിൽ കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്രൂസ് ഷിപ്പിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ പെയ്ഡ്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ക്രൂസ് ഷിപ്പിൽ കയറി വിഷം നടക്കും അത് വഴിയൊക്കെ. അതേ സമയത്ത് നമ്മൾ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് കയറിയാല് യു നീഡ് ടു നോ വേർ ടു സ്പെൻഡ് മണി, അല്ലെ? അതർവൈസ് യു വിൽ എൻഡ് അപ്പ് പേയിങ് ഫോർ എവരിതിങ്. സോ നമ്മള് പിന്നെ ഹോസിയ 4:6 നോക്കി. ഹോസിയ 4:6 നോക്കി, എന്റെ ജനം ജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിക്കുന്നു, അല്ലെ? നമ്മള് ഇത്തിരി കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? നമ്മൾ ഇത്തിരി ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണമെന്നില്ല. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആടിന് വ്യത്യാസമാണ്. മനസ്സിലായോ? ചെറിയ കാര്യങ്ങളാകാം, പക്ഷെ ഇതിന്റെ ഇമ്പാക്ട് ഒത്തിരി വലുതാ ആണല്ലോ.
ഈ മുമ്പ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു. ഒരു മനുഷ്യന്റെ ഡെയിലി ഹാബിറ്റ്സ് ആണ് അവന്റെ ജീവിതത്തിൽ ആനയാടിനെ വ്യത്യാസം വരുത്തുന്നത്. മനസ്സിലായോ? സക്സസ് ഇസ് ഫൗണ്ട് ഇൻ ദ ഡെയിലി ഹാബിറ്റ്സ് ഓഫ് ലൈഫ്. അല്ലാതെ എക്സാമിന്റെ ദിവസം കുറെ കുത്തി പഠിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, ചിലരുണ്ട് എക്സാമിന്റെ തലേദിവസം കൂത്തിയിരുന്ന് എല്ലാം കൂടെ പഠിച്ച് തലയ്ക്കകത്ത് കയറ്റിയിട്ട് പിന്നെ പോയി എക്സാം എഴുതും. എക്സാം എഴുതും മാർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അവസാനം വരുമ്പോൾ എന്തോ നോളജ് കിട്ടിയ ആ കോഴ്സ് കൊണ്ട്, ആ ഒരു പേപ്പർ കൊണ്ട് എന്തോ നോളജ് കിട്ടി. There won't be any application. It won't stay in your head. So success is found in your daily habits. That's so critical. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ അതിന് കൊടുക്കുന്ന തൂക്കം കൊടുത്താൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി സെറ്റ്സ് യു ഓൺ ടു എ പാത്ത് ഓഫ് സക്സസ്. മനസ്സിലായോ? അപ്പം വി ജസ്റ്റ് നീഡ് ടു സ്റ്റിക്ക് ടു ദാറ്റ്. നമ്മൾ ഇങ്ങനെ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് രീതിയിൽ ദൈവവചനം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആണല്ലോ. അത് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഒരു നോർമൽ പ്ലെയിനിൽ നിന്ന് മാറി നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനിൽ ജീവിക്കാൻ തുടങ്ങും. ആ സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനിൽ ജീവിക്കുന്നത് നമുക്ക് മറ്റവർക്ക് കാണണമെന്നില്ല. It might be very transparent to them, but that will help you to stay. For example, ഇപ്പം ഞങ്ങളുടെ ചുറ്റും ഉള്ളവർക്ക്, ഞങ്ങൾ അപ്പുറത്ത് താമസിക്കുന്നവർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറെ വർഷം എന്ന് പറയുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരും വെളിയിലല്ല കാണുമ്പോഴൊക്കെ ആറ് രോഗികൾ അല്ലേ? അപ്പം so that will help you to live in a supernatural place. നമ്മളിപ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. And it will really help. Yeah. Okay. നമ്മൾ എനിക്ക് അവിടെ വരെ നോക്കുന്നു. നമ്മൾ ഓർക്കണം, ബൈബിൾ വായിച്ചിട്ടില്ല, ഫുൾ ബൈബിൾ അല്ലെ? ബൈബിൾ വായിക്കുന്നവരോ ചുരുക്കം, ബൈബിൾ മനസ്സിലാക്കുന്നവർ അതികുറവ്. ആ മനസ്സിലാക്കിയതിനകത്തുനിന്ന് അത് പ്രാവർത്തികമാക്കുന്നത് അതികുറവ് അല്ലെ? അപ്പം പിന്നെ നമ്മളും ചില വിഷയങ്ങളിൽ കിടന്ന് കുരുങ്ങുന്നതല്ലേ. ഓക്കെ, അപ്പൊ നമ്മളെ പെർസെന്റേജസ് ഓർത്ത് നോക്കണം. എത്രയോ ക്രിസ്ത്യൻ ബിലീവേഴ്സ് കൈപൊക്കാൻ പറഞ്ഞില്ല. ഈ വീഡിയോ ഓണാക്കി എനിക്കറിയത്തില്ല, അനേകര് ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചു തീർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്ന് പരുങ്ങും. എന്നാ വായിച്ച ലാസ്റ്റ്? ഓക്കെ, ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, കുറെ വർഷം മുമ്പ് വായിച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം ദൈവവചനം ധ്യാനിക്കുന്നതിനെ പറ്റി ഞാൻ ഒരു കാര്യം, ബ്രദർ സോറി ടു ഡിസ്റ്റർബ് ബ്രദർ, ലെഫ്റ്റ് സൈഡ് പോയാലുണ്ടല്ലോ കേൾക്കുന്നില്ല കേട്ടോ, കട്ടാവുന്നുണ്ട്. താങ്ക് യു. ഞാൻ ആക്ച്വലി ഇന്നും മൈക്ക് എടുത്തില്ല. താങ്ക്സ്. നമ്മള് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ദൈവവചനം ധ്യാനിക്കാൻ ഞാൻ പേഴ്സണലി ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പം നമ്മുടെ അടുത്ത് ഞാനൊരു കാര്യം പ്രത്യേകിച്ച് എന്നും കൺഫ്യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയല്ലേ. യേശു ക്രിസ്തു എന്റെ കർത്താവാന്ന് കൺഫ്യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. നമ്മളത് എന്നും കൺഫ്യൂസ് ചെയ്യണം. നമ്മൾ എന്നും അത് ഏറ്റു പറയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ അടുത്ത് റോമൻസ് 10:9-10 ഒന്ന് വായിക്കാൻ ആരെങ്കിലും? എല്ലാവർക്കും അറിയാവുന്ന വേഴ്സാ, പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്ക്. ഒന്ന് വായിക്കാമോ? യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പം നമ്മള് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്,
ഒന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റു പറയണം അല്ലെ. യേശുക്രിസ്തുവിനെ നമ്മൾ കർത്താവായിട്ട് ഏറ്റു പറയുമ്പോഴാണ് കർത്താവിന്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നത് അല്ലെ. നമ്മൾ രണ്ടാമത് എന്തോ കർത്താവ് വിശ്വസിക്കാൻ പറഞ്ഞേ? നമ്മുടെ അടുത്ത് വിശ്വസിക്കാൻ പറഞ്ഞത് യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കണം അല്ലെ. അപ്പം ഓർത്ത് നോക്കുക, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ നമ്മുടെ അടുത്ത് ദൈവം ധ്യാനിക്കാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്നും. ഓക്കെ, വൺസ് ഇൻ എ വൈൽ അല്ല. ഒന്ന്, മരിച്ചവർ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലെ കർത്താവാണ്, എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ മുകളിൽ കർത്തൃത്വം വഹിക്കുന്ന ആളാണ്. എൻ്റെ എൻ്റെ രോഗമല്ല, നമ്മുടെ രോഗം നമ്മളെ ആടെ അല്ല. ഓക്കെ, പക്ഷെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പം വ്യാപരിക്കുന്ന രോഗത്തിന്റെ മുകളിൽ കർത്തൃത്വം വഹിക്കുന്ന കർത്താവ്. അതുകൊണ്ട് യേശുക്രിസ്തു കർത്തൃത്വം വഹിച്ചാൽ എങ്ങനെ ഇരിക്കും? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകും അല്ലേ. സ്വർഗത്തിൽ രോഗമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ സ്വർഗത്തിലെ പോലെ പെന്റിക്കോസ്റ്റൽസ് പൊതുവെ ലോർഡ്സ് പ്രയർ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ദാറ്റ്സ് എ മിസ്റ്റേക്ക്. മനസ്സിലായോ? നമ്മളത് ജൽപ്പനമായിട്ടല്ല ചെയ്യേണ്ടത്. ഞാൻ എങ്ങാണ്ട് ഒരു ഫാമിലി പ്രയറിൽ ഞാൻ പോയായിരുന്നു. ഞാൻ സഭയെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ അവിടെ അവർക്ക് കുറെ ചൊല്ലുകളുണ്ട്. ഓക്കെ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൻ തുടങ്ങും, ബാക്കി എല്ലാവരും ഇതേറ്റ് പറഞ്ഞ് പോകും. ഇടയ്ക്കൊന്ന് നിർത്താൻ പറഞ്ഞാൽ പിന്നെ ബാക്കി അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ഫ്ലോ പോയി. അവർക്ക് കൊച്ചിലെ ലോർഡ്സ് പ്രയർ പറയുമ്പോൾ അങ്ങനെ ആയിരുന്നു എനിക്ക്. പിന്നെ ലോർഡ്സ് പ്രയറിൽ our Father who art in heaven, hallowed be your name, thy kingdom come എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇരുന്നില്ല, പിന്നെയും പോയി ആദ്യം തൊട്ട് തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല കാര്യം. ഓക്കെ, യേശുക്രിസ്തു എന്റെ കർത്താവാന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റു പറയണമെങ്കിൽ ഹൃദയം കെട്ടി വിശ്വസിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഹൃദയത്തില് വിശ്വസിക്കുകയും അത് വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നും പല വിഷയങ്ങളാണല്ലോ കയറി വരുന്നത്. ഓരോ വിഷയങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ രാവിലെ ധ്യാനിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു എൻ്റെ കർത്താവാണ്, എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമേ വ്യാപരിക്കാവൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. ഒരു സാഹചര്യം കാണുമ്പം ഒരു തുമ്മൽ വരുമ്പം, ഒരു കോൾഡ് വരുമ്പം, ഒരു പനി വരുമ്പം, ഒരു ലേറ്റ് ആയെന്ന് തോന്നുമ്പം, അയ്യോ ഇതെങ്ങനെ ചെയ്യുമെന്ന് തോന്നും, ഉടനെ നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ എന്തുമായിരിക്കും? ജീസസ് ഇസ് ലോർഡ് എന്നുള്ളതായിരിക്കും. മനസ്സിലായി? നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് പോകണം. ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. പറയാൻ മനസ്സിലായി? ഓട്ടോമാറ്റിക്കലി റിഫ്ലക്സ് ആക്ഷൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. റിഫ്ലക്സ് ആക്ഷൻ നമ്മുടെ കാലിലൊരു, നമ്മൾ നടന്നു പോകുമ്പം നമ്മുടെ കാലിലൊരു മുള്ളു കൊള്ളുവാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും, ഉടനെ കാൽ വലിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കൈ അറിയാതെ ചൂടായിട്ടുള്ളൊരു പാത്രത്തെ തൊടുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്പോഴേ കൈ വലിക്കും. അത് റിഫ്ലക്സ് ആക്ഷനാണ്. അത് നമ്മുടെ തലയ്ക്കകത്ത് പോയി പ്രോസസ്ഡ് ആകുന്ന ഇതല്ല. അത് ഞാൻ പണ്ട് സയൻസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം സയൻസ് പഠിച്ചവർക്ക് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കറിയാം. അത് നമ്മുടെ തലയ്ക്കകത്ത് പ്രോസസ്ഡ് ആകുന്നതല്ല, അത് നമ്മുടെ സ്പൈനൽ കോഡിൽ വന്നിട്ട് പ്രോസസ് ചെയ്ത് പോകുന്നതാണ്. അതായത് പാത്രത്തെ തൊട്ടു, പാത്രം ചൂടാ അല്ലേ, ചൂടായതുകൊണ്ട് എന്ത് ചെയ്യണം? കൈ വലിക്കണം. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നുണ്ടോ? ഇല്ല, ഉടനെ നമ്മൾ വലിക്കും. സോ ദാറ്റ്സ് എ റിഫ്ലക്സ് ആക്ഷൻ. അപ്പം നമ്മൾ യേശുക്രിസ്തു കർത്താവാന്ന് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്സ് ആക്ഷൻ്റെ ഒരു പോയിന്റിലോട്ട് വരുമ്പോഴാണ് ആ ഒരു വിശ്വാസം റിയലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നത്. മറ്റേതല്ലെങ്കിൽ തിയറിയാണ്. മനസ്സിലായി? നമ്മുടെ മെന്റൽ പ്രോസസ്സാണ്. അപ്പം ദൈവം നമ്മുടെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്, ഒന്ന് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം നമ്മുടെ അടുത്ത് വിശ്വസിക്കാനും വായും കൊണ്ട് ഏറ്റുപറയാനും പറയാം. രണ്ടാമത് നമ്മുടെ അടുത്ത് കർത്താവ് എന്ത് പറഞ്ഞേ? മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തിയെന്ന്. അത് വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. നമ്മൾ വായും കൊണ്ട് ഏറ്റു പറയാറുണ്ടല്ലോ. അപ്പം നമ്മുടെ അടുത്ത് കർത്താവ് പറഞ്ഞത് യേശുക്രിസ്തു അതിക്രൂരമായിട്ടാണ് മരിച്ചത് അല്ലേ. യേശുക്രിസ്തു അതിക്രൂരമായിട്ട് മരിച്ചു. അവരെ അടക്കി, എംബാം ചെയ്ത് അടക്കി ശരീരം നോർമലി ഡീകമ്പോസ് ആവും. 3 ദിവസം കഴിഞ്ഞു
യേശുക്രിസ്തുയുടെ ലൈഫ് തിരിച്ചു വരാതിരിക്കാൻ, സ്പിരിറ്റ് തിരിച്ചു വരാതിരിക്കാൻ യേശുക്രിസ്തുയുടെ സ്പിരിറ്റ് ഹെല്ലിൽ പോയി. ഹെല്ലിൽ പോയപ്പം സൈറ്റനും അവരുടെ ഡീമൺസും എല്ലാവരും കൂടെ നോക്കി കാണും പിടിച്ചു വെക്കാൻ. മനസ്സിലായോ? സാധാരണ ഒരു വ്യക്തി മരിക്കുന്ന പോലെ അല്ല. All the demonic powers try to prevent him from coming back to life. അപ്പോൾ അത്രയും ഡിമോണിക് ഓപ്പോസിഷൻ മരിച്ചു കഴിഞ്ഞുണ്ടായിട്ടും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അത്ര മോശമാണോ? അത്ര മോശമല്ല, ആണോ? സോ ദിസ് ഈസ് എൻ ഇമ്പോസിബിലിറ്റി അല്ലേ? മരിച്ചവരിൽ നിന്ന് യേശുക്രിസ്തു തിരിച്ച് ഉയർത്തെഴുന്നേക്കണമെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ അല്ലാതെ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഹാപ്പൻ ഇല്ലേ? അപ്പം നമ്മുടെ കർത്താവ് എന്ത് വിശ്വസിക്കാൻ പറയുന്നത്? യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യം, ലെറ്റ് മീ ടെൽ യു ദിസ്, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യവും ഇത്ര മോശമല്ല. മനസ്സിലായി? God can touch anything and he can change anything if you will let him. മനസ്സിലായി? അപ്പം നമ്മളിത് നാൾ തോറും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് അത് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റു പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് വരുത്തിയിരിക്കും. ഐ ഗ്യാരണ്ടി ദാറ്റ്. ഇന്ന് രാവിലെ എൻ്റെ ഇവിടെ ഇച്ചിരി തണുപ്പാണ്, എന്താ പറയുക, ഇത് ഇച്ചിരി കേട്ടേക്കുന്നത് ഇച്ചിരി തണുപ്പാണ്, ഇന്ന് തൊപ്പിയില്ല. ഓക്കെ, അപ്പം ഞാൻ എടുത്തിവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മൂക്ക് ഇച്ചിരി ക്ലോഗ്ഡായി, ഇച്ചിരി ബ്ലോക്ക്ഡ്. ഞാൻ പറഞ്ഞു ജീസസ് നെയിം ഓപ്പൺ അപ്പ്. മനസ്സിലായി? വിത്തിൻ 2 seconds ഇറ്റ് വാസ് ക്ലിയർ അപ്പ്. മനസ്സിലായി? ദിസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. നമ്മളിത് കർത്താവ് ചതഞ്ഞെന്ന് ജീവിക്കാനല്ല കർത്താവ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളിത് ദിനം അപ്പം നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ മാറും. നമ്മുടെ തെറ്റായിട്ടുള്ള യേശുക്രിസ്തുയുടെ കർത്തൃത്വം വ്യാപരിക്കാത്ത എല്ലാ സാഹചര്യങ്ങളും സൈറ്റിൽ നിന്ന് ചൊറിഞ്ഞു നോക്കുന്ന കേട്ടോ. Really? Do you really believe that? Yes, I do. In Jesus' name, be God. Okay? Yeah, അപ്പം നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. സോ ജസ്റ്റ് ബി അഗ്രസീവ്. മനസ്സിലായോ? നമ്മൾ ഈ എന്താ പറഞ്ഞ് നിൽക്കണം, ഈ പട്ടി മുറുമുറ കടിക്കാൻ, അതിനോട് പറയും ബുൾഡോഗ് ടെനാസിറ്റി എന്ന് പറയും. ഇവിടെ ചില പട്ടികളുണ്ട്, ഇവിടെ ഒത്തിരി ബ്രീഡ്സ് കാണാം നമുക്ക്. ചില പട്ടികൾ ആണെങ്കിൽ അവർ പെയിൻ റെസിസ്റ്റൻ്റ് ആ ഒത്തിരി. പിന്നെ ചില പട്ടികളൊന്ന് ഒരു കാര്യത്തെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. ഓണർ പറയണം വിടണമെന്ന്. ആ പട്ടിയെ കൊന്നാലും അത് വിടത്തില്ല. അത്ര വയലന്റ് ആ പട്ടികൾ. മനസ്സിലായോ? അത്രയും ഡിറ്റർമിൻഡാ. അതിന് ബുൾഡോഗ് ടെനാസിറ്റി എന്ന് പറയുന്നത്. സോ വി മസ്റ്റ് ഹാവ് ദാറ്റ് ടെനാസിറ്റി. ഇത് പിടിച്ചത് വിടത്തില്ല. പക്ഷെ അത് ആദ്യം പിടിക്കണം. പിടിച്ചാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തെ നമുക്ക് പിടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ സാഹചര്യങ്ങളോട് നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ജസ്റ്റ് ബി ബോൾഡ്, ജസ്റ്റ് ബി സ്ട്രോങ്. നമ്മള് ദൈവ മക്കൾക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാം താഴോട്ടല്ല, നമ്മൾ ശക്തിക്ക് മേൽ ശക്തി പുതുക്കും. നമ്മുടെ ഹെൽത്ത് വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ. ചിലർക്കും എനിക്ക് ഇത്രയും പ്രായമല്ലോ, എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് അനുരൂപരായിട്ടല്ല നടക്കുന്നത്. നമ്മുടെ മെന്റൽ ഫാക്കൽറ്റീസ് വിൽ ഗെറ്റ് ഷാർപ്പർ ആൻഡ് ഷാർപ്പർ. നമ്മുടെ ഫൈനാൻസസ് വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ. നമ്മൾ എങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കുഴയാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കൈവയ്ക്കില്ല. അത് ദൈവത്തിൻ്റെ വിഷയമാണ്. സോ God will do a miracle at all times. ഞാൻ ആക്ച്വലി ഇന്നലെ എനിക്കൊരു പീസ് ഓഫ് എക്യുപ്മെന്റ് ഇവിടെ വേണമായിരുന്നു. അപ്പോൾ ആരാണ്ട് തരാമെന്ന് പറഞ്ഞില്ല. അവർ തരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു ദിവസത്തേക്കുള്ള ആവശ്യമുള്ളൂ, ഒന്നല്ല ഒരു 5-6 ദിവസത്തേക്കുള്ള ആവശ്യമുള്ളൂ. അപ്പം ആ എക്യുപ്മെന്റ് തരാമെന്ന് പറഞ്ഞു. ഞാനിവിടെ പോയി ചോദിച്ചപ്പം അവർ നാളെ വാ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് തരാൻ അത്ര താല്പര്യമില്ല എന്ന്. അപ്പം ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഐ നോ മൈ ഗോഡ് ഹാസ് മെയ്ഡ് എ വേ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ ചുരുക്കം പറഞ്ഞു God gave me that equipment to buy at less than half price. ഞാൻ വാങ്ങിക്കാൻ പോകുന്നതിനെക്കാട്ടിലും ഒത്തിരി കൂടെ, ഞാൻ ലോൺ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും ഒത്തിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് എക്യുപ്മെന്റ്. സോ God will always provide.
നമ്മൾ തീ കൂടെ നടന്നാൽ അതിന് നമ്മളെ തൊടാനുള്ള അതിന് പവർ ഇല്ല തീക്ക്. നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ അതിന് നമ്മളെ മുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. യുനോ ഇറ്റ് ഈസ് അവർ ബർത്ത് റൈറ്റ്. അത് നമ്മൾ വയലന്റ് ആയിട്ട് പിടിക്കണം. ഓക്കെ, എനിക്കൊന്ന് ഒത്തിരി ആ ഒരു കാര്യം സ്ട്രെസ് ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. ദാറ്റ്സ് വാട്ട് ഗോഡ് വാണ്ട്സ് us to. ഐ മീൻ അതൊന്ന്. രണ്ടാമത്, ഗോഡ് വാണ്ട്സ് us to be a blessing to people around us, അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുറ്റുപാടുള്ളടുത്ത് പറയാൻ പറ്റും. യുനോ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നു, അവർക്ക് എന്തോ ലാൻഡ് പ്രോബ്ലം ഉണ്ടെന്ന്. ഹിന്ദുവാ. ഞാൻ ആക്ച്വലി അത് മെസ്സേജ് ചെയ്യണമെന്ന് ഓർത്തു, പക്ഷെ നടന്നില്ല. ഞാൻ പറയണമെന്ന് ഓർത്തു, കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയണമെന്ന് ഓർത്തു. ബിക്കോസ് ജീസസ് വിൽ ഓൾവേസ് ഡെലിവർ. ഓർത്ത് നോക്കുക, നമ്മൾ പ്രത്യേകിച്ച് പെന്റിക്കാസ്റ്റൽസ് ആയ നമ്മളല്ല, നമ്മൾ ഈ ബിലീവേഴ്സ് എന്നുള്ള നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. നമ്മൾ പലപ്പോഴും മറ്റൊരിടത്ത് അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ പറയാറില്ല. നമ്മൾ ഓർക്കും എപ്പോഴും യേശുക്രിസ്തു ആദ്യം സാൽവേഷനിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ ഓർത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓർത്തിട്ടുണ്ട് ഇവൻ രക്ഷയുടെ അനുഭവത്തിൽ വരാതെ ഇങ്ങനെ ഇവൻ കർത്താവിൻ്റെ നന്മ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന എല്ലാവരും വിശ്വാസികളായോ? ഇല്ല. അനേകർ കർത്താവിൻ്റെ അടുത്ത് വന്ന് രോഗസൗഖ്യം അതും ഇതും ബ്ലെസ്സിങ് എല്ലാം പിടിച്ചിട്ട് അവരവരുടെ വഴി പോയി, അല്ലേ? ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് അബണ്ടൻസ്. മനസ്സിലായോ? കർത്താവിൻ്റെ ഒരു പഞ്ഞവും ഇല്ല. ഇപ്പം ചോദിക്കുന്നതിന് ഐ മീൻ സൈറ്റിൻ്റെ ക്ലെയിംസ് അതിനകത്ത് കാണും. പക്ഷെ we can always tell people to go and pray to Jesus and see what difference he'll make. ഞാൻ എൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ടിന് വേണ്ടി, പുള്ളി യു കെയിൽ അറിയാലോ, PR ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ. ഇവനാണെങ്കിൽ അവിടെ പോയി മാസ്റ്റേഴ്സ് ചെയ്തു. ഹിന്ദു ആണ്. ഞാൻ പണ്ട് ഏർലി 90s ലേറ്റ് 90s അവൻ്റെ അടുത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ്. അവൻ വായും കൊണ്ട് കേട്ട് പറഞ്ഞു. പക്ഷെ അറിയാലോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. പ്രത്യേകിച്ച് ചുറ്റുപാടും എക്സാമ്പിൾസ് നല്ല സ്ട്രോങ് വിശ്വാസികളും നല്ല സ്ട്രോങ് ക്രിസ്ത്യാനികളും ചുറ്റിനും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് നിലനിൽക്കാൻ പാടാം. അപ്പോൾ ഇവനാണെങ്കിൽ ഇച്ചിരി വർഷം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ്, ഞാനിവിടെ ഭയങ്കര പ്രയാസത്തിലാണ്, എനിക്ക് ഇതുവരെ PR കിട്ടിയില്ല, എനിക്ക് ജോലിയില്ല, ഞാൻ കടയിൽ. ഇവൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ എഞ്ചിനീയറിംഗിൽ, നല്ല ബ്രില്യൻ്റ് ഒരു പയ്യനാണ്, ട്രിവാൻഡ്രത്തുകാരൻ. ഞാൻ ഈ കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുക, എനിക്ക് വേറെ ഒരു ജോലിയും കിട്ടത്തില്ല ഇവിടെ. ഞാനിപ്പം പറഞ്ഞു, മനു നീ പ്രാർത്ഥിച്ചോ, കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചോ? അവൻ പറഞ്ഞു ഇല്ല. അപ്പം എന്തോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉള്ളിൽ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ദ ഹോളി സ്പിരിറ്റ് വിൽ ഗിവ് യു വേർഡ്സ് ഓഫ് നോളജ്. ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ, 9 ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, പ്രൊഫസി, മിറക്കിൾസ്, ഹീലിങ്സ്, ടങ്സ്, ഡൈവേഴ്സ് ടങ്സ്, അങ്ങനെ ഉള്ള ഗിഫ്റ്റ്സിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് പലപ്പോഴും എന്തെങ്കിലും നമ്മളിൽ കൂടെ അവിടുത്തെ മിനിസ്റ്റർ ചെയ്യും. അപ്പം ഞാൻ എന്തോ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, മനു നീ പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ഒരു ജോലി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് 2 ആഴ്ചക്കകത്തൊരു വ്യത്യാസം വരുത്തുമെന്ന് ഞാൻ എടുത്ത് പറഞ്ഞു. ഞാൻ 2 ആഴ്ച എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി. ചുരുക്കം പറഞ്ഞാൽ 2 ആഴ്ചക്കകത്ത് ജോലി കിട്ടി. മനസ്സിലായേ? ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു ട്രസ്റ്റ് ഗോഡ്. പക്ഷെ അവന് ഓഫ് കോഴ്സ് ഒഫീഷ്യലി വിശ്വാസം മാറാൻ പ്രയാസം നമുക്കറിയാലോ. ബട്ട് ഹീസ് ഗെറ്റിംഗ് ദർ. അവനിപ്പം കർത്താവിൻ്റെ അടുത്ത് ഒത്തിരി കൂടെ ഒക്കെ പ്രാർത്ഥിക്കുന്നത്. വല്ലപ്പോഴും അവൻ വിളിക്കാറുണ്ട്, ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. സോ ജസ്റ്റ് സ്പീക്ക് ഗോഡ്സ് വേർഡ് ടു പീപ്പിൾ ആൻഡ് ഷെയർ സം ഓഫ് ദീസ് തിങ്സ് ആൻഡ് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് പീപ്പിൾ. Psalms 32:4-8 എന്ന് വായിച്ചേ. Psalms 32:4-8. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും.
പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ചു, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ ഒരു പോർഷൻ കണ്ടോ? ഓഫ് കോഴ്സ് നമുക്ക് എന്താ അറിയാം, പഴയ നിയമത്തില് ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിലുള്ള ആ ക്ലാരിറ്റി ഇല്ലല്ലോ. അപ്പം ഇവിടെ പറഞ്ഞത് രാവും പകലും നിന്റെ കൈ എൻ്റെ മുകളിൽ ഭാരമായിരുന്നു. ഓക്കെ, അത് ആക്ച്വലി ദൈവത്തിന്റെ പ്രവൃത്തി അല്ല, അത് ഒരു പെർമിസീവ് ക്ലോസാ. ഓക്കെ, കർത്താവിന് നമ്മുടെ മുകളിൽ ഭാരം ഇടാൻ കർത്താവിന്റെ സ്വർഗത്തിനൊന്നുമില്ല. ഓക്കെ, സ്വർഗത്തിലുള്ളത് മാത്രമേ കർത്താവിന് നമുക്ക് തരാൻ പറ്റുള്ളൂ. ചിലർ പറയും കർത്താവിന് എനിക്ക് രോഗം തന്നു. സ്വർഗത്തിൽ രോഗമില്ല. രോഗമില്ലെങ്കിൽ പിന്നെ കർത്താവ് നരകത്തിൽ പോയി സൈറ്റിൽ നിന്ന് മോട്ടിച്ചോണ്ട് വേണം നമുക്കൊന്ന് തരാൻ. ഓക്കെ, അതുകൊണ്ട് അത് ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ ഈ ഭാരമായിരിക്കും പറഞ്ഞത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ മാറിക്കഴിയുമ്പം ആര് വരും? സൈറ്റൻ വരും. അപ്പം ഒരു പെർമിഷൻ ദൈവത്തിന്റെ ഇൻവോൾവ്ഡാ. ഒരു പെർമിഷൻ, സൈറ്റൻ ചോദിച്ചു പെർമിഷൻ. ജോബിന്റെ കേസ് തൽക്കാലം നമ്മൾ ജോബിന്റെ കേസ് നമ്മൾ ഹീലിംഗിൽ നമ്മൾ കവർ ചെയ്ത് കാണുമല്ലോ. ചെയ്തല്ലേ? അപ്പം സൈറ്റൻ പെർമിഷൻ ചോദിക്കുന്നതല്ല. ഒരാൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിക്കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അവൻ ആരുടെ ആധിപത്യത്തിലോട്ടാണ് വരുന്നത്? സൈറ്റന്റെ. ഓക്കെ, അവൻ ഒരു ന്യൂട്രൽ ഗ്രൗണ്ട് ഇല്ല. ചിലർ പറയും ഞാൻ ദൈവത്തിനും അല്ല, ഞാൻ സൈറ്റനിലും അല്ല, ഞാൻ എൻ്റെ അടിയില്ലെന്ന്. നോ, ദാറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. രണ്ട് കിങ്ഡംസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരാൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സൈറ്റൻ നല്ല പൂശും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? നമ്മൾ ദൈവത്തിലോട്ട് തിരിഞ്ഞാല്, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ കർത്താവ് നമ്മുടെ അകൃത്യം ക്ഷമിക്കും. ഓക്കെ, പെരുവെള്ളം നിന്റെ അടുത്ത് വരികയില്ല. കർത്താവ് നമ്മുടെ അഭയസ്ഥാനമാണെങ്കിൽ, നമ്മുടെ സങ്കേതമാണെങ്കിൽ, നമ്മളെ കർത്താവ് എന്തോ ആ വേർഷൻ എനിക്കൊന്ന് 7 പോലെ യു സറൗണ്ട് മീ വിത്ത് സോങ്സ് ഓഫ് ഡെലിവറൻസ് ഓഫ് സാൽവേഷൻ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം കർത്താവിന്റെ ഡയറക്ഷൻ എന്ത് ക്ലിയർ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് അറിയാമോ? ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും നമ്മളെ. ഓക്കെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് കേട്ട് നമ്മൾ ചില ദിവസം ടങ്സിൽ സംസാരിച്ച് നമ്മൾ ബൈബിളിനകത്ത് നമ്മുടെ അടുത്ത് കർത്താവ് സംസാരിക്കുന്നതെന്ന് എഴുതി ഇച്ചിരി ദിവസം ഇടുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എൻ ഇൻസ്ട്രക്ഷൻ ഓഫ് ഹൗ ടു റിയാക്ട് ഈ ഒരു സാഹചര്യത്തിൽ. ആൻഡ് ഗോഡ് വിൽ ഗൈഡ് us and he will take us through. Verse 9 ഒന്ന് വായിക്കാമോ? നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അപ്പൊ നമ്മള് കഴുതയുടെ കൂട്ടും കുതിരയുടെ കൂട്ടുമാകല്ല. ഓക്കെ, കഴുതയ്ക്ക് എന്തോ പ്രശ്നം? പൊതുവെ കഴുതയ്ക്ക് നീങ്ങാൻ പാടാ അല്ലേ? കഴുത തള്ളണം പുറകുന്നു. ഓക്കെ, കഴുത തള്ളി വലിച്ചോണ്ട് പോയാലേ അത് പലപ്പോഴും നടക്കുകയുള്ളൂ. കുതിരയ്ക്ക് എന്തോ പ്രശ്നം? കുതിരയ്ക്ക് അടങ്ങി നിൽക്കാൻ പാടാ. കുതിരയ്ക്ക് എപ്പോഴും ഓടണം, എപ്പോഴും മൂവ്മെന്റ് ഇല്ല. അപ്പം നമ്മൾ ഇത് രണ്ടിനെയും കൂട്ടാറില്ല. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന പോലെ വേണം നീങ്ങാൻ. ഓക്കെ, ഇത് നല്ലതാണല്ലോ, ഇങ്ങനെ ചെയ്യാമല്ലോ, എനിക്കിത് പറ്റുമല്ലോ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഈ നമ്മുടെ പവറിലല്ലേ കർത്താവ് നമ്മുടെ അടുത്ത് ദിനം ജീവിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? ആണോ? നമ്മുടെ പവറിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തു പറ്റും? നമ്മുടെ പവർ നമ്മളെ എത്തിക്കാവുന്നിടത്തും വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇല്ലേ? നമ്മൾ എത്ര സ്പീഡിൽ ഓടാമെന്ന് പറഞ്ഞാലും നമ്മുടെ കാലിന്റെ ബലം വരെയല്ലേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു കാറിൽ കയറിയാലോ നമുക്ക് എന്ത് സ്പീഡിൽ നീങ്ങാം?
കാറിന്റെ പവർ വരെ നീങ്ങാം അല്ലേ? നമ്മളൊരു പ്ലെയിനിൽ കയറിയാലോ, നമുക്ക് പ്ലെയിൻ പോകുന്നു ആ സ്പീഡിൽ പോവാം അല്ലേ? അപ്പം നമ്മൾ കർത്താവിൽ എത്രയും കൂടുതൽ ആശ്രയിക്കുന്നു അത്രയും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പവർ വ്യാപരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ബി ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. ഐ മീൻ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് സെൻസിറ്റീവ് ആയിരിക്കണം. അതൊരു പ്രോസസ്സ്, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ രീതിയിൽ നമ്മൾ ഓരോ ദിവസവും കേട്ട ഓരോ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ കേട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു പവറിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ജോൺ 8:31-32 വായിച്ചേ. ജോൺ 8:31-32. നമ്മൾ ജോൺ 8:31-32 കവർ ചെയ്തായിരുന്നു. ആണല്ലേ? ഓക്കെ, സോ ഫൈൻ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പൊ നമ്മൾ സത്യം എന്താ നമ്മൾ നോക്കി അല്ലേ? നമ്മള് വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതെ. അവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ നിലനിൽക്കണം, ശിഷ്യരാകണം, നമ്മള് സത്യം അറിയും, സത്യം നമ്മൾ സ്വതന്ത്രരാക്കും. നമ്മള് പ്രത്യേകിച്ച് ഓർത്ത് നോക്കണം. നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഒരു സേയിങ് ഉണ്ട്, വാട്ട്സ് സേയിങ്, വി സീ എവറിത്തിങ് ത്രൂ അവർ ഓൺ ഗ്ലാസസ് എന്ന്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനെയും കാണുന്നത് ഒരു കാഴ്ചപ്പാടിൽ കൂടെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഈ തണുത്ത പാല് ചൂടുപാല് കുടിച്ച പൂച്ച തണുത്ത പാല് കണ്ടാലും പേടിക്കുമെന്ന് പറയത്തില്ലേ? ആ പൂച്ചയ്ക്ക് അതിനൊരു ഗ്ലാസ് ഉണ്ട്. അതിന്റെ ഗ്ലാസ് പറയുന്നത് പാല് പ്രശ്നമാണ്, ബിക്കോസ് അത് നേരത്തെ ചൂടുപാല് നാക്കിയതിന്റെ നാക്ക് പൊള്ളിയതാ. അപ്പം പിന്നെ അത് കാണുന്നതെല്ലാം ആ വിധത്തിലായിരിക്കും. ആ ഒരു വിഷൻ കറക്ഷൻ വരുന്നത് ദൈവവചനം വായിക്കുമ്പോഴാണ്. നമ്മൾ ദൈവവചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സത്യം അറിയും. സത്യം എന്തുവാ? സത്യം ഒരു കാര്യം എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ കാണാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. That is very very so the importance of word, അത് നമുക്ക് എംഫസൈസ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. so critical. Second Kings 6:16 ഒന്ന് നോക്കിക്കേ. 2 Kings 6:16 ഗേഹസിയുടെ കാര്യമാണ്. Second Kings 6:16 and 17. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇത് ആരെ പറ്റി പറഞ്ഞു? ഗേഹസിയെ പറ്റി അല്ലേ? എലീശയുടെ ഹെൽപ്പർ ആയിരുന്നു ഗേഹസി. എലീശ ആരുടെ ഹെൽപ്പർ ആയിരുന്നു? എലൈജയുടെ ഹെൽപ്പർ ആയിരുന്നു. നോക്കുന്നുണ്ടല്ലോ, എലൈജ വന്നു വിളിച്ചു, എലീശ ഉഴുതുകൊണ്ട് നിൽക്കായിരുന്നു, അതിട്ടിട്ട് എലീശ വന്നു. അപ്പം ഇവിടെ എലൈശ ഗേഹസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലീശയുടെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. കാര്യം എന്തുവാ? കാര്യം ഇത്രേ ഉള്ളൂ, എലീശയുടെ ഓട്ടം ഓൺ ട്രാക്ക് ആയിരുന്നു. എലീശയുടെ ഓട്ടം ഓൺ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ പറ്റി ഓട്ടോമാറ്റിക്കലി എലീശയുടെ കണ്ണ് ഒരു പോയിന്റ് എത്തിയപ്പോൾ തുറന്നു. ഗേഹസിയുടെ ഓട്ടം ശരിയല്ലായിരുന്നു, നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ പറ്റി ഗേഹസിയുടെ കണ്ണ് തുറക്കാൻ വേണ്ടി ആ ഒരു മൊമെന്റിന് വേണ്ടി കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു അല്ലേ? അപ്പം നമ്മൾ ഓൺ ട്രാക്ക് ആത്മീയത്തിൽ ഓടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണ് തുറക്കും, നമ്മുടെ ചെവി തുറക്കും, നമ്മുടെ ഹാർട്ട് തുറക്കും. ഗേഹസി അതുകൊണ്ട് തന്നെ പറ്റി. ഓർത്ത് നോക്ക്, ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി മിറക്കിൾസ് എലീശ ചെയ്തില്ലേ? എണ്ണത്തിൽ ഇരട്ടിയാ.
ലിറ്ററലി. ഗേഹസിക്ക് ആ കപ്പാസിറ്റിയിൽ നിൽക്കാനുള്ളൊരു എലിയാവിനെ പറ്റി നമ്മൾ ഒരു നിലയെത്തിയ എല്ലാ വിശ്വാസികൾക്കും അറിയാം അല്ലേ? ഗേഹസിയെ പറ്റിയോ? മനസ്സിലായോ? അവസാനം ഗേഹസിയുടെ ഓട്ടം അവനാണെങ്കിൽ ഏതാ 3 ഉടുപ്പിന് വേണ്ടി അവന്റെ കർത്താവിന് വേണ്ടി അവന് ചെയ്യാൻ പറ്റുന്ന ആ വൻകാര്യങ്ങളെല്ലാം ചുമ്മാ കളഞ്ഞു. അതെ, അവസാനം അതാ അവന് കിട്ടിയത്. ഈശോയെ പറ്റി ഈശോ ഇല്ലേ, ആരാ? ഈശോയെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് എടുത്തോട്ടെ. ഈശോയെ പറ്റി ഈശോയെ പറ്റി നമുക്കൊക്കെ അറിയാമല്ലോ. ഹീബ്രൂസ് 12:16. ഹീബ്രൂസ് 12:16 ഒന്ന് വായിച്ചേ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. മതി. ഒരു ഊണിന് വേണ്ടി അല്ലേ? ആക്ച്വലി ഊണ് മീൻ ഇവിടെ നമ്മൾ ബൈബിള് വായിക്കുമ്പം, നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുമ്പം ജേക്കബ് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവന് ലെന്തിൽ എന്തോ പരിപ്പല്ലേ, പരിപ്പിന്റെ എന്തോ സൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അല്ല നമ്മുടെ എന്താ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പായസം ഒന്നുമല്ല. ചുരുക്കം പറഞ്ഞ ദാലിന്റെ സൂപ്പ്. ഓക്കെ, ദാലിന്റെ സൂപ്പ് ഇതിനു വേണ്ടി ഇവൻ എന്തോ കൊടുത്തേ വില? ജ്യേഷ്ഠാവകാശം. ഓർത്ത് നോക്ക, ഒന്ന് ഓർത്ത് നോക്കിയേ. കഴിഞ്ഞ ദിവസം ആരാണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തായിരുന്നു. ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഈസോ ഐ ഹാവ് ഹേറ്റഡ് എന്ന്. ദൈവം ആരെയും ഹേറ്റ് ചെയ്യുന്നില്ല. ഗോഡ് ഡസന്റ് ഹേറ്റ് എനിബഡി, ബിക്കോസ് ദൈവത്തിന്റെ ഹേറ്റ് ഇല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ ഓക്കെ, ദൈവത്തിന്റെ ഫോർ നോളജ്, 2 കാര്യങ്ങളുണ്ട്. ഫോർ നോളജ് ഉണ്ട്, പ്രീ ഡിറ്റർമിനേഷൻ ഉണ്ട്. ഓക്കെ, ഫോർ നോളജ് എന്തോ? മുന്നറിവ് അല്ലേ? മുന്നറിവ് കറക്റ്റ് ടേം ആണോ? മുന്നേ അറിയാം കർത്താവിന് എന്തായിത്തീരുമെന്ന്. ഓക്കെ, ഡിറ്റർമിനേഷൻ എന്തുവാ? കർത്താവിന്റെ ഹിതം. ഓക്കെ, അപ്പം കർത്താവ് ആരെക്കുറിച്ചും ഇവൻ നരകത്തിൽ പോണോ സ്വർഗത്തിൽ പോണോ എന്ന് കർത്താവ് നിശ്ചയിച്ചു വെച്ചിട്ടില്ല. അത് നമുക്ക് ഫ്രീ ചോയ്സ് തന്നേക്കുക. ഓക്കെ, പക്ഷേ ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കർത്താവിന് അറിയാം ഇവൻ എവിടെ എത്തിച്ചേരുമെന്ന്. മനസ്സിലായോ? അപ്പം ചില കാര്യങ്ങൾ കാണുമ്പം എനിക്ക് ഇത്ര ഈ മണ്ടത്തരം കാണിച്ചപ്പോൾ കർത്താവിന്റെ തല കൈവച്ച് കാണും. ഇവൻ ഒരു ദാൽ സൂപ്പിന് വേണ്ടി ഇവന്റെ ജ്യേഷ്ഠാവകാശം വിൽക്കുമെന്ന്. ഓ മൈ ഗുഡ്നസ്, ഐ കാൺട്ട് സ്റ്റാൻഡ് ദിസ് എന്ന് ദൈവം പറഞ്ഞാണ്. മനസ്സിലായോ? അപ്പം ഓർത്ത് നോക്ക്, നമ്മളപ്പം ഇന്ന് ഇസ്രായേൽ എന്ത് പവർഫുൾ അല്ലേ? അവര് എത്രയും ഇച്ചിരി സയൻസിനെ കുറിച്ച് വായിക്കുന്നവർക്ക് അറിയാം. ദേ ഡു സോ മെനി ഡിസ്കവറീസ്, സോ മെനി ഇൻവെൻഷൻസ്, യുനോ, ആൻഡ് ഇറ്റ്സ് റിയലി അമേസിങ്. ഇസ്രായേലിന്റെ സ്ഥാനത്ത് ഏശാവിന്റെ മക്കളായിരുന്നു ഇരിക്കേണ്ടത്. ഓക്കെ, ഒരു ദാൽ സൂപ്പിന് എത്ര രൂപയുണ്ട് വില? ഇന്നിപ്പോ എല്ലാത്തിനും വില കൂടില്ല, പക്ഷെ ഒരു ദാൽ സൂപ്പിന് എനിക്കൊന്ന് 10 രൂപയുടെ താഴെയുള്ളൂ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോകണമെങ്കിൽ. ഓർത്ത് നോക്ക്, ഈശാവ് എന്തോ കളഞ്ഞെന്ന് ഓർത്ത് നോക്ക്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഈശാവിനെ കുറ്റം പറയും. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം ധ്യാനിക്കാത്തപ്പം നമ്മൾ ഈശാവിന്റെ കൂട്ടല്ലേ ചിലപ്പോഴൊക്കെ. നമ്മൾ ദൈവത്തിന്റെ ഡയറക്ഷനിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാത്തപ്പം നമ്മൾ അത്ര ഒരു വലിയ പ്രശ്നം ഒപ്പിച്ചു കൂട്ടുന്നില്ല എങ്കിലും we are losing out the power side of things, and God doesn't want us to. I mean, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടു. യേശുക്രിസ്തു 3.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചില്ലേ? ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിച്ചു. അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമുക്കൊക്കെ ഉള്ളത്, ആണല്ലോ.
യേശുക്രിസ്തു 3.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിച്ചത് നമ്മൾ എന്ത് കാണിക്കാനാ? നമുക്കും അങ്ങനെ ആയി തീരാം എന്നുള്ളൊരു പൊട്ടൻഷ്യൽ കാണിക്കാനാ. യുനോ all of us can be like that. കർത്താവിൽ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായും കൊണ്ട് ഏറ്റുപറഞ്ഞും ചെയ്ത എല്ലാ വ്യക്തിക്കും, ആത്മീയമായിട്ട് വളരുന്ന വ്യക്തിക്കും, ഞാൻ ഈ യേശുക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറഞ്ഞും ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ്സ് ഓൺലി 2 steps കേട്ടോ. നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ പാരമ്പര്യം വിടും. നമ്മുടെ പാരമ്പര്യം വിട്ടിട്ട് കർത്താവിന്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കും. അതിനകത്ത് ഡെഫിനറ്റ്ലി ബിലീവേഴ്സ് ബാപ്റ്റിസം ഇൻവോൾവ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ബാപ്റ്റിസം ഇൻവോൾവ് ആണ്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഇൻവോൾവ് ആണ്. ഞാൻ ആ ഫസ്റ്റ് 2 steps എപ്പോഴും പറയാൻ കാരണം അത് ഓക്കെ ആക്കിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നുള്ളതല്ല, മനസ്സിലായി? നമ്മുടെ ആത്മീയ വളർച്ച എപ്പം നിൽക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പവർ നിൽക്കും വ്യാപരിക്കുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് മീ റോങ്. അപ്പം നമ്മൾ വി റിയലി നീഡ് ടു നോട്ട് ബി ലൈക്ക് ഈസോ. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ റോമൻസ് 1:17 എല്ലാവർക്കും അറിയാവുന്ന എന്ത് വാക്യമാണ്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് നമുക്ക് പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒക്കെ അറിയാവുന്ന വേഴ്സ് അല്ലേ. അപ്പം നമ്മൾ കാഴ്ചയിലല്ല, നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമ്മൾ മീൻ ഇംഗ്ലീഷിൽ 2 വേർഡ്സ് ഉണ്ട്, ഫെയ്ത്ത് ആൻഡ് ബിലീഫ്സ്. എങ്ങനെയാ തരം തിരിച്ച് മലയാളത്തിൽ പറഞ്ഞ ആ 2 വേർഡ്? വിശ്വാസവും ബിലീഫിന് എന്ത് പറഞ്ഞ? വിശ്വാസം. ഓക്കെ, ബിലീഫ് ഹിന്ദു വിശ്വസിക്കുക അനേക ജന്മങ്ങളുണ്ടെന്ന്, പക്ഷെ അത് ഫെയ്ത്ത് അല്ല. ബിക്കോസ് ഫെയ്ത്ത് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ദ ട്രൂത്ത്. Anybody can believe anything that they want, പക്ഷെ at the end of the day faith will show up. ഞാൻ ഈ ഒരു എക്സാമ്പിൾ എവിടെ ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓർത്ത് നോക്ക്, ഒരു ട്രൈബൽ എടുത്ത് പോയി നമ്മൾ പറയുക, ഓക്കെ എടാ ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി എന്തുവാ? ഒരു നമ്മൾ പണ്ട് കൊച്ചിലെ വായിച്ചില്ലേ, ആപ്പിള് തല വീണു, ഒരു ആപ്പിളിനെ ഒരു ആപ്പിൾ അല്ല എന്തിനെ ചുമ്മാ വിട്ടാല താഴെ വീഴും അല്ലേ? ഭൂമിയോടുള്ള ആകർഷണ ശക്തിയാണല്ലോ ഗ്രാവിറ്റി. അപ്പം അതില്ലെന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ടോ? ഒരു കഥയില്ല. അപ്പം നമ്മളൊരു ട്രൈബൽ എടുത്ത് പോയി പറയാ, എടാ ട്രൈബൽ എന്ന് പറഞ്ഞാൽ വലിയ അറിവില്ലാത്ത ഒരു വ്യക്തി എടുത്ത് പറയാ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് എപ്പോഴും ഇങ്ങനെയാ, എങ്ങനെ ദിസ് ഇസ് ദ ട്രൂത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറ്റും? ഐ മീൻ ഇവൻ വിശ്വസിച്ചതെന്നോർത്തോ, ഇവനൊരു മരത്തെ കയറി ഒരു കൈ വിട്ടു, മറ്റേ കൈ വിട്ടു, 2 കാലും ലൂസാക്കി, എന്ത് പറ്റും? അപ്പൊ അവിടെ അവന്റെ വിശ്വാസമല്ല അവനെ നിലനിർത്തുന്നത്, അവന്റെ ബിലീഫ് അല്ല അവനെ നിലനിർത്തുന്നത്. അവിടെ എന്ത് ഏറ്റെടുക്കും? അവിടെ സത്യം വ്യാപരിച്ച് സത്യം എന്തുവാന്ന് വെച്ചാൽ സംഭവിക്കും. മനസ്സിലായേ? സോ എനിബഡി ക്യാൻ ബിലീവ് എനിത്തിങ്, ആർക്കെന്തും വിശ്വസിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തിൽ തുടരുമ്പം ട്രൂത്ത് വിൽ ടേക്ക് ഓവർ, ആൻഡ് ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് ഓൾ ഓഫ് us. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലൊരു ക്ലാഷ് നടക്കും. നമ്മുടെ തലയുണ്ട്, നമ്മുടെ സ്പിരിറ്റ് മാൻ ഉണ്ട് അല്ലേ. നമ്മൾ ഇച്ചിരി ആത്മീയമായിട്ട് യാത്ര ചെയ്തവർക്കൊക്കെ പല സത്യങ്ങളും അറിയാം. സത്യങ്ങൾ തിയറി ആയിട്ടല്ല, നമുക്ക് പ്രാവർത്തികമായിട്ട് അറിയാം അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു രോഗത്തിനെ എതിർക്കുവാന്ന് ഓർത്തു. നമ്മൾ രോഗത്തിനെ എതിർക്കുമ്പം നമ്മുടെ തല പറയാ ഇല്ല ശരിയായില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ പറയുക, നമ്മുടെ സ്പിരിറ്റ് മാൻ പറയുക ഇല്ല ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്പിരിറ്റ് മാനിലോട്ട് നമ്മുടെ ഫോക്കസ് ചെയ്യിപ്പിക്കാമെങ്കിൽ you will find that what your spirit says comes to pass. ഒരു ട്രിക്കി ഒരു സബ്ജക്റ്റ് ആയത്. ഇച്ചിരി ദിവസം മുമ്പ് ഞാൻ അടുത്ത പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് എന്തോ ഒരു സിംറ്റമായിട്ട് എനിക്ക് കിടക്കുക, എന്തോ ഒരു സിംറ്റമായിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ എൻ്റെ തലയും കൊണ്ട് പറയാൻ ശ്രമിച്ചു കേട്ടോ, ദിസ് ഇസ് നോട്ട് ഹീൽഡ് എന്ന്. മനസ്സിലായി? ഓക്കെ, ഞാൻ ടെസ്റ്റായിട്ട് ചെയ്തതാ. പക്ഷെ അപ്പൊ എൻ്റെ ഉള്ളിൽ എന്തോ ഫോഴ്സ്ഫുള്ളി കയറി വന്നതറിയാമോ, നോ യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞു വേണ്ടിയിട്ട്. നമ്മുടെ തലയ്ക്കൊരു വോയിസ് ഉണ്ട്, നമ്മുടെ സ്പിരിറ്റ് മാൻ ഒരു വോയിസ് ഉണ്ട്.
നമ്മൾ എപ്പോഴും നമ്മുടെ സ്പിരിറ്റ് മാൻ എപ്പോഴും വചനത്തിനോട് ചേർന്നായിരിക്കും പറഞ്ഞത്. ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഒരാളുടെ സ്പിരിറ്റ് മാൻ റീക്രിയേറ്റഡ് ആണല്ലോ. നമ്മൾ സ്പിരിറ്റ് സോൾ ബോഡി നോക്കില്ലായിരുന്നു. അപ്പം റീക്രിയേറ്റഡ് ആണ്, ബ്രാൻഡ് ന്യൂ മാൻ. അപ്പം നമ്മുടെ കോൺഷ്യൻസ് ഈസ് റിഫ്ലക്റ്റിംഗ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ തലയും നമ്മുടെ ഹാർട്ടും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ ഹാർട്ട്, on your spirit man, what your spirit man says will come through. I mean, ingane oru idundo, with doubt in your head but faith in your heart, the faith in your heart will overcome. Okay, adu ittira tricky, adu എനിക്ക് തന്നെ പിടികിട്ടാൻ ഇച്ചിരി നാൾ പിടിച്ചു. Okay, so put it on a shelf, you know, if we have not been able to grip it. Yeah, നമ്മള് ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഉള്ള ഒരു അമ്മച്ചി. ഈ അമ്മച്ചിയാണെങ്കിൽ പുള്ളിക്കാരി സോസേജ് കുക്ക് ചെയ്യുമ്പം സോസേജിന്റെ അറ്റം ക്ലിപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യുള്ളൂ. അപ്പം മോള് വന്നു, മോള് പഠിച്ചു, പ്രായമായി കഴിഞ്ഞ് മോളും എപ്പോഴും സോസേജിന്റെ അറ്റം കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുള്ളൂ. അപ്പം അടുത്ത തലമുറ വന്നപ്പം ആ കൊച്ചു ചോദിച്ചു, മമ്മി എന്നാ ഈ സോസേജിന്റെ അറ്റം കട്ട് ചെയ്യുന്നത്, അതിനെന്നാ കുഴപ്പം വല്ലതും ഉണ്ടോ? അപ്പം പുള്ളിക്കാരി ഒന്നും ഞെട്ടിയിട്ട് കൊച്ചിനോട് ചോദിച്ചു, എനിക്കറിയത്തില്ല, ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ എൻ്റെ മദർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് മദറിന് ചോദിക്കാം. അടുത്ത പ്രാവശ്യം ഒരു ബ്രേക്ക് എടുത്ത് വെക്കേഷൻ എങ്ങാണ്ട് പോയി ഗ്രാൻഡ്മയെ കണ്ടപ്പം അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്നാ ഇങ്ങനെ സോസേജ് അറ്റം കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത്? അപ്പം അമ്മച്ചി ഒന്നും ഞെട്ടി നോക്കി. അമ്മച്ചി ഒന്നും ഞെട്ടി നോക്കിയിട്ട് പറഞ്ഞു, ഓ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എന്തുകൊണ്ട് അറ്റം കട്ട് ചെയ്യുന്നതെന്ന്. ബിക്കോസ് എൻ്റെ സോസ് പാൻ ചെറുതായിരുന്നു, അത് സോസേജ് അത് ഫിറ്റ് ആകത്തില്ലായിരുന്നു, അതുകൊണ്ട് കട്ട് ചെയ്തോണ്ടിരുന്നതെന്ന്. മനസ്സിലായോ? അപ്പം പാരമ്പര്യം പോകുന്ന പോക്ക് നോക്കിക്കോണേ. ഇപ്പോഴത്തെ ഈ അമ്മച്ചിയുടെ മോക്കും അവരുടെ കൊച്ചുമോക്കും വലിയ സോസ് പാൻ ഉണ്ട്, പക്ഷെ പിന്നെ അമ്മച്ചി ചെയ്ത പോലെ കട്ട് ചെയ്തോണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ലെൻസിന്റെ ഒരു എക്സാമ്പിൾ. പിന്നെ വേറെ ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പൂജാരി ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരു കറുത്ത ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഈ കറുത്ത പൂച്ച അവന് അറിയാലോ, പെറ്റ്സ് ഉള്ള ഈ പെറ്റ്സ് എപ്പോഴും നമ്മുടെ ചുറ്റും നടക്കും. ഞങ്ങൾക്കിപ്പോൾ ചെറിയൊരു പട്ടിയുണ്ട്. ഈ പട്ടിയാണെങ്കിൽ നമ്മുടെ എപ്പം നോക്കിയാലും കാലടി കാണും. ഓക്കെ, അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം സുനു ഒറ്റയ്ക്കാണെങ്കിൽ ഇതിനെ പിടിച്ച് കൂട്ടിനകത്തിടും. ഓക്കെ, ബിക്കോസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അത് വന്നെങ്കിൽ നമ്മുടെ മുഖത്തോട്ട് നോക്കി അത് നോക്കിച്ചാൽ നമ്മുടെ അറ്റൻഷൻ മാറും ഈ പട്ടി അടുത്തുള്ളതുകൊണ്ട്. അപ്പം ഈ പൂജാരിയുടെ പൂച്ച എപ്പോഴും ഇങ്ങനെ ഇയാളുടെ ചുറ്റുപാറ്റി നടന്നു. ഇയാൾ പൂജ ചെയ്യുമ്പം എന്നാ ഈ പൂച്ച പിന്നെയും വരും. അപ്പൊ ഇയാൾ എന്നാ ചെയ്തു, ഇയാളുടെ അടുത്ത് തന്നെ ഈ പൂജാമുറിയുടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കസാര കൊണ്ടിട്ടിട്ട് ഈ പൂച്ച അതിലൊരു കയറിട്ട് കെട്ടി അവിടെ ഇടും. അപ്പൊ ആ പൂച്ച ഇയാളെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അപ്പം ഇച്ചിരി ദിവസം കഴിഞ്ഞ് ഈ പൂജാരി മരിച്ചു. പൂച്ച മരിച്ചു, പൂജാരി മരിച്ചു, പൂച്ച മരിച്ചു. കഴിഞ്ഞ അടുത്ത പൂജാരി വന്നപ്പം ആൾക്കാരെല്ലാം അവിടെ പറഞ്ഞു, നിങ്ങളൊരു കറുത്ത പൂച്ച കൊണ്ടുവരണം, കറുത്ത പൂച്ച കെട്ടിയിട്ടല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. മനസ്സിലായോ? അപ്പം ഇതുപോലെ നമ്മുടെ പല പാരമ്പര്യങ്ങളും എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവിടെ ആ മതത്തിൽ വിശ്വസിക്കുന്നവരും വചനത്തിൽ വിശ്വസിക്കുന്നവരുടെയും വ്യത്യാസം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് പെന്റിക്കോസ്റ്റൽസിനെ പറ്റി പറയുകയാണ്. നമ്മളെല്ലാം വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. ഞാൻ മാർത്തോമ ചർച്ചിൽ നിന്ന് മാറിയതാ. ഓക്കെ, അപ്പം മാർത്തോമ ചർച്ചിന് 2000 നമ്മുടെ നാട്ടിലെ മാർത്തോമ യാക്കോബ ചർച്ചസിന് കഴിഞ്ഞ 2000 വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലേ. അപ്പം ഞാൻ ആ പാരമ്പര്യം വിട്ട് പെന്റിക്കോസ്റ്റൽ ചർച്ചിലോട്ട് ഞാൻ ഏറ്റവും ആദ്യം വന്നപ്പോൾ ഞാനിപ്പം പറയാറില്ല, ഞാൻ പെന്റിക്കോസ്റ്റലാണെന്ന് ഞാൻ പറയാറില്ല. ബിക്കോസ് ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പെന്റിക്കോസ്റ്റൽ ഒരു സഭയല്ലല്ലോ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പം ആരാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പൂർവികന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, സഹോദരി പൂർവികന്മാരുടെ കാര്യം പറഞ്ഞിട്ട് വരല്ലേ. ദൈവവചനത്തിനകത്ത് വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ. പൂർവികന്മാരുടെ കാര്യം പറയാനാണെങ്കിൽ അവിടെ നിന്നാൽ മതി. മനസ്സിലായോ?
അതുകൊണ്ട് വി ജസ്റ്റ് നീഡ് ടു വാലിഡേറ്റ്. നമ്മള് പേരൻസിനെ ഒരു കാര്യം പഠിച്ചാലും നമ്മൾ ആരുടെയും കേട്ടാലും നമ്മളെപ്പോഴും അതിന്റെ റൂട്ട്സ് ബൈബിളിനകത്തുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ബൈബിളിനകത്ത് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിയാലിറ്റിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ, ആ പവറിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വി ഷുഡ് നോട്ട് ഗെറ്റ് എൻഡ് അപ്പ് ബീങ് ഫൂളിഷ്. ഐ മീൻ ചിലർ പിന്നെയും പറയും, ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ പറയുന്ന പോലാണോ ലോകം? ആർക്കും രോഗമില്ലേ? അനേകരുടെ വിശ്വാസം ഈ ടൈപ്പ് പഠിപ്പീരും കൊണ്ട് കലങ്ങി പോകുന്നില്ലേ? ഇത് എൻ്റെ അടുത്ത് ആരാണ്ട് ഈയോട് ചോദിച്ച ക്വസ്റ്റ്യനാ. നിങ്ങൾ ഓരോ മണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും, ബൈബിളിനകത്ത് ഇതാ എഴുതി വെച്ചേക്കുന്നെന്ന് പറയും, ഓരോ ദൈവത്തിന്റെ വചനം ഓരോന്നായിട്ട് പൊക്കും. അതിന് ചെറിയിപ്പിക്കിങ് എന്നാ പറയുന്നത്. ഓരോ വേഴ്സ് ഇത് ഇങ്ങനെ പറയുന്നു, വേഴ്സ് അത് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇതാ ശരിയാണ് പറഞ്ഞിട്ട് വിശ്വസിച്ചു. പക്ഷെ ഇവൻ രോഗം കൊണ്ട് മരിച്ചു. നിങ്ങളപ്പോ എന്തോ പറഞ്ഞത്? ഇതൊക്കെ എങ്ങനെയാ സത്യമാകുന്നതെന്ന് തിയോളജി പഠിച്ചെടുത്ത് ചോദിക്കുക. മനസ്സിലായോ? നമ്മൾ ദൈവവചനം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ധ്യാനിച്ച് നമ്മൾ അതിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനം വായിക്കുന്നവര് ചുരുക്കം, അത് പഠിക്കുന്നവർ അതി ചുരുക്കം, അത് ധ്യാനിക്കുന്നവർ അതി ചുരുക്കം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അതി ചുരുക്കം. അപ്പൊ നമ്മൾ ഈ മെജോറിറ്റിയുടെ എക്സ്പീരിയൻസ് നോക്കിയാൽ നമുക്ക് വല്ലതും പഠിക്കാൻ പറ്റുമോ? യു കാൺ ലേൺ എനിത്തിങ്, യുനോ. അതുകൊണ്ട് let us just focus on that and let us live, ദൈവവചനം പറഞ്ഞ പോലെ. എറണാകുളത്ത് മമ്മി പ്രാർത്ഥിക്കോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല? ഓക്കെ. മമ്മി മ്യൂട്ടാ. എറണാകുളത്ത് മമ്മി മ്യൂട്ടാ. ഓക്കെ. കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേപ്പാ ഈ വൈകാറായ സമയത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ വചനം കേൾക്കുന്നതിനും വചനത്തിലൂടെ ഞങ്ങൾ ബലപ്പെടുന്നതിനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട്, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വലിയവനെന്ന് ഞങ്ങൾ കേട്ടതിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് വേണ്ട ഉപദേശം ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതേ നാഥ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനമനുസരിച്ച് ജീവിപ്പാൻ, വചനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം സത്യമെന്ന്, അത് വിശ്വാസയോഗ്യമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ മകനെ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ, നിന്റെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ദൈവം, യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും. അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വാക്ക് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വഴി പറഞ്ഞു തരുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അതെ അപ്പാ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നങ്ങ് അരുളി ചെയ്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കർത്താവെ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ മുന്നോട്ട് ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കുന്നതിന് ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും വേണ്ട പുതിയ കൃപകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്ന ഓരോരുത്തരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തിരുമുമ്പിൽ വെച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അതെ അപ്പാ, യേശുവിനെ കർത്താവിന് വായ് കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുകയും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങളോട് അരുളി ചെയ്തല്ല കർത്താവെ. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പൊന്നുമക്കളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം കൽപ്പനകൾ അനുസരിച്ച്, വചനം അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന യേശുനാഥന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ശരി. അപ്പം അടുത്ത ആഴ്ച കാണാം. ഗോഡ് ബ്ലസ് യു.